നമസ്കാരം. സിനിമയിൽ പ്രത്യേകിച്ച് നായികമാർ തമ്മിൽ സ്ഥിരമായ സൗഹൃദങ്ങൾ ഉണ്ടാവാറില്ലെന്നാണ് വിശ്വാസം. എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മലയാള സിനിമയിലെ സൗഹൃദങ്ങൾ. ഇൻഡസ്ട്രിയിലെ ഏറ്റവും പോപ്പുലറായ സുഹൃത്ത് വലയങ്ങളിൽ പ്രധാനമാണ് ഭാവനയും മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഒക്കെ ഉൾപ്പെടുന്ന ഗ്യാങ്. മുൻപ് പല അഭിമുഖങ്ങളിൽ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്നപ്പോൾ തുണയായി നിന്ന സുഹൃത്തുക്കളെക്കുറിച്ച് ഭാവന തുറന്നു പറഞ്ഞത് ചർച്ചയായിരുന്നു. ഇപ്പോൾ മലയാളത്തിലേക്ക് തിരിച്ചുവരവിലാണ് ഭാവന. പുതിയ ചിത്രം അനോമിയുടെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി ഭാവന ഇന്ന്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഭാവന വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുന്ന സിനിമയാണ് അനോമി. നടിക്ക് ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണിത്. ത്രില്ലർ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഭാവന അങ്ങനെയൊരു സിനിമ തന്നെ തേടി വരുന്നതിന്റെ ത്രില്ലിലാണ്. അനോമിയുടെ നിർമ്മാണത്തിൽ ഭാവനയും പങ്കാളിയാണ്. റഹ്മാനാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത്. റിയാസ് മാറാത്താണ് സംവിധായകനും തിരക്കഥാകൃത്തും. പിരു പപ്പു, ഷെബിൻ ബെൻസൺ, അർജുൻ ലാൽ, വിഷ്ണു അഗസ്ത്യ തുടങ്ങിയവർ അനോമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു. ബോളിവുഡ് ചിത്രം അനിമലിലൂടെ ശ്രദ്ധേയനായ ഹർഷവർദ്ധൻ രാമേശ്വറാണ് അനോമിയുടെ സൗണ്ട് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ അനോമിക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ് ഭാവനയുടെ അടുത്ത സുഹൃത്തായ നടി മഞ്ജു വാര്യർ. ഭാവനയുടെ സിനിമ കാണാൻ മഞ്ജു വാര്യർ കാത്തിരിക്കുകയാണ്. ഭാവനയും മഞ്ജു വാര്യരും ഒരുമിച്ചുള്ള പ്രൊമോഷൻ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. റിലീസിൽ ടെൻഷൻ ഉണ്ടോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് ഭാവന മറുപടി നൽകി. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ നന്നായിരുന്നു. നിന്നെ കാണാൻ നല്ല രസമുണ്ട്. പ്രൊമോഷൻസിലും ഇന്റർവ്യൂസിലും ഒക്കെ നിന്നെ കാണാൻ ഭയങ്കര രസം. എന്റെ പ്രിയപ്പെട്ട ഭാവനയ്ക്കും അനോമിയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ഫെബ്രുവരി 6-നാണ് അനോമി റിലീസ് ചെയ്യുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പരസ്പരം താങ്ങായവരാണ് മഞ്ജു വാര്യരും ഭാവനയും. കരുത്തിന്റെ പ്രതീകമാണ് ഭാവന. അതിജീവനം എന്ന വാക്കിന്റെ ഉത്തമ ഉദാഹരണം. തന്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സൗഹൃദമാണ് ഭാവനയുമായുള്ളതെന്ന് മുമ്പൊരിക്കൽ മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു. മഞ്ജു വാര്യർക്ക് പുറമെ സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് തുടങ്ങിയ സിനിമാ രംഗത്തും പുറത്തുമായി ഭാവനയ്ക്ക് നിരവധി സൗഹൃദങ്ങളുണ്ട്. എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടെ ഉണ്ടാകും എന്നുറപ്പുള്ളവരുണ്ട്. സുഹൃത്തുക്കൾക്കിടയിൽ ഫോർമാലിറ്റി ഇല്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനും തിരിച്ചു അവരും ഉണ്ടാകും. നന്ദി പറയലോ ഫോർമാലിറ്റിയോ ഇല്ല. എപ്പോഴും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പാണതെന്നും ഭാവന ഒരിക്കൽ പറയുകയുണ്ടായി. അതേസമയം പുതിയൊരാളെ തന്റെ സൗഹൃദ വലയത്തിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ ഒരുപാട് സമയമെടുക്കാറുണ്ടെന്നും ഭാവന അടുത്തിടെ പറഞ്ഞിരുന്നു. നമ്മൾ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന നടിയാണ് ഭാവന. പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും നിരവധി സിനിമകൾ ചെയ്തു. അതേസമയം ഒത്തിരി പ്രത്യേകതകളോടെയാണ് ഭാവനയുടെ അനോമി എന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഭാവനയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം, 90-ാമത്തെ ചിത്രം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്ന് ചെയ്യുന്ന ചിത്രം. ഭാവന ആദ്യമായി നിർമ്മിക്കുന്ന സിനിമ. അങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ് ഈ സിനിമയ്ക്ക്. റിയാസ് മാരത്ത് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഭാവനയ്ക്കൊപ്പം റഹ്മാൻ, ബിനു പപ്പു, അർജുൻ ലാൽ, ഷെബിൻ ബെൻസൺ എന്നിങ്ങനെ നിരവധി താരങ്ങളുണ്ട്. അതേസമയം തന്നെ ഭാവനയുടെ സുഹൃത്തുക്കളും സിനിമയ്ക്ക് പ്രൊമോഷൻ നൽകി ഡാൻസ് വീഡിയോകളെല്ലാം ഷെയർ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ മഞ്ജു വാര്യരും എത്തിയതാണ് ചർച്ചയ്ക്ക് വഴിവെച്ചത്. ഭാവനയുമായുള്ള ഒരു കാഷ്വൽ ടോക്ക് പോലൊരു പ്രൊമോഷൻ വീഡിയോ ആണ് പുറത്തു വന്നത്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് മഞ്ജു പറയുകയാണ്. ട്രെയിലർ ഞാൻ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. നിന്റെ ലുക്ക് ഭയങ്കര രസമുണ്ട് കാണാൻ. ഞാനൊന്ന് മെസ്സേജ് അയച്ചില്ലേ, പ്രൊമോഷൻസിലും ഇന്റർവ്യൂസിലും എല്ലാം കാണുമ്പോൾ ഭയങ്കര രസം. ഉമ്മ, ഞാൻ എന്തായാലും കാണുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ അനോമിക കാണണം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവനയ്ക്കും അനോമി ടീമിനും എല്ലാ ആശംസകളും. ലവ് യു എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. ഭാവനയ്ക്ക് ജീവിതത്തിലും കരിയറിലും ഏറ്റവും അധികം പിന്തുണ നൽകുന്നവരിൽ ഒരാളാണ് മഞ്ജു. സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നടിക്കൊപ്പം കട്ടയ്ക്ക് നിന്നു. അനോമിയുടെ ആദ്യ പോസ്റ്ററുകളും ടീസറുകളും മുതൽ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു മഞ്ജു വാര്യർ തന്റെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എന്നാലും സൂപ്പർ താര പദവി വെറുതെ വരുന്നതല്ലെന്നും തനിക്ക് സൂപ്പർ സ്റ്റാറായി അറിയപ്പെടാൻ താല്പര്യമില്ലെന്നും നടി ഭാവന അഭിമുഖത്തിനിടെ പറഞ്ഞു. മഞ്ജു വാര്യർ, ഉർവശി എന്നീ നടിമാരെ കുറിച്ചും ഭാവന സംസാരിക്കുകയുണ്ടായി. എനിക്ക് ഭാവന എന്ന് പറയുന്നത് തന്നെയാണ് ഇഷ്ടം. സൂപ്പർ സ്റ്റാർ എന്ന് എല്ലാവരെയും വെറുതെ വിളിക്കാൻ പറ്റില്ല. നമ്മുടെ സിനിമകൾ ബിസിനസ് ആകുമ്പോഴാണ് ഒരാൾ സൂപ്പർ സ്റ്റാർ ആകുന്നത്. എന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ എന്നും ഭാവന പറഞ്ഞു. ഉർവശിയും സൂപ്പർ സ്റ്റാർ ആണെന്നും ഭാവന പറയുന്നു. ഉർവശി ചേച്ചി ചെയ്യാത്ത ക്യാരക്ടറുകളുണ്ടോ? ഉർവശി ചേച്ചി ആരെങ്കിലുമായി താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഈ അടുത്ത് ചേച്ചിയോടൊപ്പം ഒരു സിനിമ ചെയ്തു. അന്ന് ചേച്ചിയോട് പറഞ്ഞത് ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഉർവശി ചേച്ചിയോടൊപ്പം അഭിനയിക്കുന്നതാണെന്നും ഭാവന പറഞ്ഞു. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ എക്സ്പീരിയൻസും തീർച്ചയായും ഒരു ഘടകമാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു ക്യാരക്ടറിന് ഞാൻ ശരിയായിരിക്കുമെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ എന്നെ വിളിക്കുന്നത്. ഷൂട്ടിന് വേണ്ട ദിവസങ്ങളും പോസ്റ്റർ വാല്യൂവും നോക്കിയാണ് നമ്മളൊരു പ്രതിഫലം പറയുന്നത്. പക്ഷെ വെറുതെ പോയിട്ട് ഇത്ര വേണമെന്ന് ചോദിക്കുന്നതിനും അർത്ഥമില്ല. നമ്മുടെ സിനിമ കാണാൻ പ്രേക്ഷകർ വരുന്നുണ്ടോ എന്നതാണ് കാര്യം. നമ്മൾക്ക് എങ്ങനെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഉയർന്ന പ്രതിഫലം ആവശ്യപ്പെടാം. അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഷൂട്ടിന് വേണ്ട ദിവസങ്ങളും നോക്കിയായിരിക്കും സാലറി. ഭാവന നായികയാകുന്ന പുതിയ സിനിമ അനോമിയുടെ നിർമ്മാതാവ് കൂടിയാണ് നടി. അതേസമയം തന്നെ ഭാവന അഭിമുഖത്തിനിടെ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ പോയവരോട് തനിക്ക് പരാതികളൊന്നുമില്ലെന്ന് ഭാവന അഭിമുഖത്തിൽ പറയുന്നു. അവരുടെ പേരുകൾ പറയാൻ താല്പര്യമില്ലെന്നും നടി പറഞ്ഞു.
ഞാൻ എടുത്തതിൽ ഏറ്റവും ശരിയായ തീരുമാനമായി തോന്നുന്നത് ആ സംഭവത്തിന് ശേഷം പരാതി നൽകിയതാണ്. അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതവും മനസമാധാനവും ഇല്ലാതാകുമായിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലാത്തിടത്തോളം കാലം അത് പുറത്തു പറഞ്ഞ് പരാതിപ്പെടുന്നത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. ചാനലുകളൊന്നും കാണാറില്ല. അത്തരം ബഹളങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണ്. ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ ഉണ്ടാകുന്ന ബഹളം ഊഹിക്കാം. അത് ചെയ്യരുതെന്ന് പറയാനാകില്ല. ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. എന്ത് കേട്ടാലും സംഭവിച്ചാലും പ്രശ്നമില്ല എന്നൊരാളല്ല ഞാൻ. ഈ യാത്രയിൽ വീഴാതെ പിടിച്ചു നിർത്തിയതിന് എന്നോട് തന്നെയാണ് കടപ്പാട്. എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ടാവും. അമ്മയും നബീനും സുഹൃത്തുക്കളുമെല്ലാം അവർക്ക് അതേ ചെയ്യാൻ പറ്റുകയുള്ളൂ. നീ വിഷമിക്കരുത്, ഞങ്ങൾ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല എന്നൊക്കെ. പക്ഷെ ആർക്കും ആ വേദന പങ്കുവയ്ക്കാൻ പറ്റില്ല. പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് ആരൊക്കെ കൂടെ ഉണ്ടാകില്ല എന്നാലോചിച്ചിട്ടല്ല, ആ സമയത്ത് എടുത്ത തീരുമാനമാണ്. അധികം പരിചയമില്ലാത്തവർ ഒക്കെ തരുന്ന പിന്തുണ കാണുമ്പോൾ അത്ഭുതം തോന്നും. കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് നിൽക്കാതെ പോയവർ ചിലർ സാക്ഷികളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പേരുകൾ പറയാൻ താല്പര്യമില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതെന്നെ ഞെട്ടിക്കുന്നില്ല. അത് അവരുടെ തീരുമാനമാണ്. എനിക്ക് കുഴപ്പമില്ല. പ്രേക്ഷകരുടെ സ്നേഹത്തിൽ ഭാഗ്യവതിയാണ്. എന്നെ നേരിട്ടറിയുന്നവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവും. അല്ലാതെ തന്നെ പിന്തുണ നൽകുന്നവർ ഒരുപാട് പേരുണ്ട്. അവരോടുള്ള നന്ദി ഒരു വാക്കിൽ പറഞ്ഞാൽ തീരില്ല. ജീവിതം കൊണ്ട് അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരുടെ പിന്തുണ വളരെ വലിയ കരുത്താണ് നൽകുന്നത്. അതിനെക്കുറിച്ച് തനിക്ക് തോന്നുന്നത് വാക്കുകളിൽ പറയാനും സാധിക്കില്ല. കുടുംബവും സുഹൃത്തുക്കളും കൂടെ നിൽക്കുന്നത് പോലുള്ള ശക്തിയാണ് തനിക്ക് കിട്ടുന്നത്. പരിചയമില്ലാത്ത ഒരാൾ അടുത്ത് വന്ന് സ്ട്രോങ് ആയിരിക്കണം, ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറയുന്നത്, അതിനൊക്കെ സിമ്പിളായി ഒരു നന്ദി പറഞ്ഞ് ഒതുക്കാനാകില്ല. അവരെ കാണുമ്പോൾ നന്ദി എന്നേ പറയാനൊക്കൂ. പക്ഷെ അതല്ല എൻ്റെ ഉള്ളിലുള്ള ഫീൽ. അതെങ്ങനെ കാണിക്കണമെന്നറിയില്ലെന്നും പാവന പറയുകയുണ്ടായി.